ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേലിലെ ഭരണകർത്താക്കളെ കുറിച്ച് നാം ചിലത് ചിന്തിക്കുകയുണ്ടായി. തുടർന്ന് ശലോമോനെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. BC 970 മുതൽ 930 വരെയുള്ളതായ കാലഘട്ടമാണ് ശലോമോന്റെ ആ കാലഘട്ടം എന്ന് ദൈവവചനം പഠിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. രാജവംശത്തിൽ ജനിച്ച ആദ്യ രാജാവാണ് ശലോമോൻ. തനിക്ക് മുമ്പുണ്ടായിരുന്ന തന്റെ പിതാവ് ദാവീദും ശൗലും ഒക്കെ അവര് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്നാൽ രാജവംശത്തിൽ തന്നെ ജനിക്കുവാൻ ഇടയായവനാണ് ശലോമോൻ രാജാവ്. ഗിബെയോനിൽ വെച്ച് ശലോമോൻ യാഗങ്ങൾ അർപ്പിച്ചു. യഹോവ ശലോമോന് പ്രത്യക്ഷമായി തന്നോട് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുവാനായിട്ട് യഹോവയായ ദൈവം ആവശ്യപ്പെട്ടു. വിവേകമുള്ള ഒരു ഹൃദയം അവന് ചോദിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ദൈവം അതിനോടൊപ്പം തന്നെ സമ്പത്തും മഹത്വവും എല്ലാം അവന് നൽകുന്നതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ശലോമോന്റെ ജ്ഞാനം മറ്റെല്ലാവരെക്കാളും ശ്രേഷ്ഠകരമായിരുന്നു. ലോകത്ത് ജനിച്ചിട്ടുള്ള സകലരെക്കാട്ടിലും താൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ് എന്ന് ദൈവത്തിന്റെ വചനം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഏതാണ്ട് 3000 സദൃശവാക്യങ്ങളും 1005 ഗീതങ്ങളും ചമച്ചിട്ടുണ്ട്. കൂടാതെ ഉത്തമഗീതം, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗി ഇവയുടെ കർത്താവും അദ്ദേഹമാണ് എന്ന് നമുക്കറിയാം. അതും കൂടാതെ 72, 127 ഈ സങ്കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെത് തന്നെയാണ്. ശലോമോൻ സൈന്യത്തെ ശക്തമാക്കിക്കൊണ്ട് ഇസ്രായേലില് വൻതോതിൽ രഥങ്ങളും കുതിരകളും ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വ്യാപാര സംബന്ധമായി രാജ്യം വളരെ പുരോഗതി തന്റെ കാലത്ത് പ്രാപിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. കരമാർഗവും കടൽ മാർഗവും വ്യാപാരം വളരെയധികം തന്റെ കാലത്ത് വികസിച്ചിരുന്നു. അറേബ്യയ്ക്കും മെസപ്പൊട്ടോമിയയ്ക്കും ഇടയിലും ചെങ്കടൽ മുതൽ പാമീർ വരെയുമുള്ള സഞ്ചാര വ്യാപാരത്തിന്റെ കുത്തക ശലോമോൻ സ്വായത്തമാക്കിയിരുന്നു എന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയില് മുതലായവയൊക്കെ കപ്പലുകളിൽ കൊണ്ടുവന്നിരുന്നതായും മറ്റും അങ്ങനെയുള്ള വ്യാപാരങ്ങളെ കുറിച്ചുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഭരണകാര്യങ്ങളില് പരിചയം സിദ്ധിച്ചവരെ താന് നിയമിച്ചിരുന്നു. രാജ്യത്തെ ഏതാണ്ട് 12 ജില്ലകളായിട്ട് തന്റെ കാലത്താണ് ആദ്യമായിട്ട് വിഭജിച്ചത്. ദാവീദിനോട് യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ശലോമോൻ തന്റെ വാഴ്ചയുടെ 4-ാം വർഷം ദൈവാലയത്തിന്റെ പണി ആരംഭിക്കുന്നതും തുടർന്ന് 7 വർഷം കൊണ്ട് അത് പൂർത്തീകരിക്കപ്പെടുന്നതുമായ ചരിത്രമാണ് ഇവിടെ നമുക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 5-6 അധ്യായങ്ങളിലൊക്കെ ആയിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. ഇതെല്ലാം ചെയ്ത് ശലോമോൻ, ദൈവം വളരെ ഉയർത്തിയ ശലോമോൻ, എന്നാൽ പിന്നത്തേതിൽ ശലോമോന്റെ ദയനീയമായ പതനവും കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിട്ടില്ല. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ, 11-ാം അധ്യായം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ താന് പിന്നത്തേതില് അന്യജാതിക്കാരികളെയൊക്കെ ഭാര്യമാരായി എടുക്കുകയും അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവർ തന്നെ അന്യാരാധനകളിലേക്ക്, വിഗ്രഹാരാധനകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നതായ ദയനീയമായ വലിയ പരാജയവും ശലോമോന്റെ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് ഇടയായി തീർന്നു
എന്നതും നാം മറന്നു പോകരുത്. കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ ഇതൊന്നും പരിശുദ്ധാത്മാവ് മറച്ചു വെച്ചിട്ടില്ല. അങ്ങനെ ഏതാണ്ട് 40 വർഷക്കാലം താന് രാജ്യം ഭരിച്ചു. പക്ഷെങ്കിൽ വളരെ നല്ല തുടക്കമൊക്കെ ആയിരുന്നു. എന്നാൽ ഒടുക്കത്തിൽ കുഴഞ്ഞുപോയ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ശലോമോനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ അവസാനത്തിൽ താൻ അനുദപിച്ച് മടങ്ങി വരുവാനായിട്ടും ഇടയായിട്ടുണ്ട് എന്ന് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. അതേ പ്രിയമുള്ളവരെ, അങ്ങനെ ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഈ രാജാക്കന്മാരിലൂടെയൊക്കെ ദൈവം ആ രാഷ്ട്രത്തെ ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ തന്നെ വന്ന പാളിച്ചകൾ പരിശുദ്ധാത്മാവ് തിരുത്തേണ്ട ഭാഗങ്ങളിൽ തിരുത്തിയും ശിക്ഷിച്ചും രാജ്യത്തെയും ജനത്തെയും രാജാക്കന്മാരെയും കൊണ്ടുപോകുന്ന ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അത് തന്നെയാണ് ഈ യുഗത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ ഒരു പരിശുദ്ധി കാത്ത്, നിർമ്മലത കാത്ത് വചനവിശുദ്ധിയിൽ മുൻപോട്ട് നീങ്ങാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. തോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുകാൻ. നീന്തിയിട്ടില്ലാത്ത, കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. നീന്തിയിട്ടില്ലാത്ത, കടപ്പാൻ വയ്യാത്ത നീരുറവ ഇന്ന് തുറക്കനാഥ. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പെന്തക്കോസ്ത നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവ്